ഞാൻ ഈ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഐ വാസ് ലേസി ആൻഡ് ഐ വാസ് പ്രോക്കാസ്റ്റിനേറ്റിംഗ് മൈ വർക്ക്സ്. അതായത് എന്ത് സംഭവമാണ് ചെയ്യാനുള്ളത് ഒരു ദിവസം, അല്ലെങ്കിൽ എന്ത് സംഭവമാണ് പഠിക്കാനുള്ളൊരു ദിവസം എനിക്കറിയായിരുന്നു. ബട്ട് ഏതൊരു കാര്യം ചെയ്യാതിരിക്കുമ്പോൾ തന്നെ ഞാൻ ആ സംഭവത്തെ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യും. അത് പിന്നെ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുക, നാളെ ചെയ്യുക. ആ സംഭവം ഇങ്ങനെ പ്രോക്കാസ്റ്റിനേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ലേസിനെസ്സിൽ നല്ല റട്ടിലിങ്ങനെ കടന്ന് ഇരിക്കുകയും. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് ഈ ഇഷ്യൂ എൻ്റെ ലൈഫിൽ നല്ലോണം ഉണ്ട്. ഈ ലേസിനെസ് അല്ലെങ്കിൽ ഈ പ്രോക്കാസ്റ്റിനേഷൻ, ഈ മടി കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ നിന്ന് മാറ്റണം കരുതിയിട്ട് അതിനെക്കുറിച്ച് ഞാൻ കുറേ വായിക്കലെടുത്തി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യലെടുത്തി. കുറേ സംഭവം അതിൻ്റെ ഇഷ്യൂ എന്താ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ അതിൻ്റെ റിസർച്ചിന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞ ബ്രെയിൻ ട്രേസ് ചെയ്ത് ബുക്ക് ഞാൻ കാണുന്നത്. അതായത് നമ്മളെ പ്രോക്കാസ്റ്റിനേഷൻ, നമ്മളെ ലേസിനെസ് ഒക്കെ ഓവർകം ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദി മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ ഒരു ബുക്ക്. സംഭവം ചെറിയ ബുക്കാണെങ്കിലും അതിലെ ക്വാളിറ്റി, അതിലെ ലെസൺസ് നല്ലായിരുന്നു. ഞാനത് വായിച്ച് അതിലത്തെ ഓരോ സംഭവങ്ങൾ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തപ്പോഴാണ് ഈ ലേസിനെസ് അല്ലെങ്കിൽ ഒരു പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ സംഭവമൊക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് മാറ്റാൻ പറ്റിയത്. സോ ഞാൻ ആ ബുക്കിൽ നിന്ന് പഠിച്ച് എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടാക്കി തന്ന മെയിനായിട്ട് എൻ്റെ ഫേവറബിൾ ആയിട്ടുള്ള 4 ടിപ്സ് ഉണ്ട്. അതായത് നമ്മളെ ഈ ലേസിനെസ്, ഈ പ്രോക്കാസ്റ്റിനേഷൻ, നമ്മൾ വർക്ക് ഡിലേ ഏത് സംഭവം ചെയ്യാതിരുന്നാലും നമ്മൾ വീണ്ടും അല്ലെങ്കിൽ നാളേക്ക് മാറ്റി വെക്കണം ആ ഒരു പ്രോക്കാസ്റ്റിനേഷൻ സ്വഭാവമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ച ഒരു 4 സിമ്പിൾ ടെക്നിക്സ് ഉണ്ട്. ഞാൻ ഈ വീഡിയോയിൽ അത് പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റത്തെ ടിപ്പാണ് മേക്ക് ഇറ്റ് ടു ഡു ലിസ്റ്റ്. അതായത് നിങ്ങൾക്ക് നാളെ എന്തൊക്കെ ചെയ്യണമെന്ന് എന്ത് ചെയ്യുക, ഇന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, ഒരു ജസ്റ്റ് എന്തൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക, എഴുതി ഉണ്ടാക്കുക. അല്ല, അത് വെറുതെ ചിന്തിച്ചല്ല. നാളെ എന്തൊക്കെ ചെയ്യണം, നാളെ അതായത് ഇൻക്ലൂഡിങ് നാളെ എപ്പോൾ എണീക്കണം, എണീറ്റിട്ട് എന്ത് ചെയ്യണം, ആ വർക്ക് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ആ എൻ്റയർ ഡേ, നാളത്തെ എൻ്റയർ ഡേ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ടു ഡു ലിസ്റ്റ് കീപ്പ് ചെയ്യാം. അതിൽ നിങ്ങൾ ഇൻക്ലൂഡ് ആക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എന്ത്, എപ്പോൾ, എവിടെ വെച്ച്, എത്ര ടൈമിലേക്ക്. അതായത് വാട്ട്, വെൻ, വെയർ, ഹൗ ലോങ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ രാവിലെ 6 മണിക്ക് ഞാൻ പഠിക്കാതിരിക്കണ ബെഞ്ചിൽ ഇരുന്നിട്ട് അറ്റോമിക് ഹാബിറ്റ്സ് പറയുന്ന ബുക്ക് ഒരു അരമണിക്കൂറിൽ ഞാൻ വായിക്കും. അതായത് എന്ത് പ്രവൃത്തിയാണ് ചെയ്യണത്, എവിടെ വെച്ചിട്ടാണ് ആ പ്രവൃത്തി ചെയ്യണത്, എത്ര ടൈമിലേക്ക് വരെ ആ പ്രവൃത്തി ചെയ്യും, ആൻഡ് ഏത് ടൈമിലാണ് ആ പ്രവൃത്തി ചെയ്യണമെന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി ടു ഡു ലിസ്റ്റ്, നിങ്ങൾ അന്നത്തെ എന്തൊക്കെ ചെയ്യണമെന്ന് ഉണ്ടാക്കിയ ടു ഡു ലിസ്റ്റ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന സ്ഥലത്ത് അത് സെറ്റ് ചെയ്യാം. മേ ബി നിങ്ങൾ പഠിക്കാതിരിക്കണ ബെഞ്ചാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സ്പേസ് ആവും. എവിടെ ആയാലും എന്ത് ചെയ്യുക, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കാണുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക, ഈ സംഭവം ടു ഡു ലിസ്റ്റ് സെറ്റ് ചെയ്യാം. നമ്മളിങ്ങനെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയതിൽ, അല്ലെങ്കിൽ നാളെ എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ ജസ്റ്റ് ഒരു മുന്നേ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കുറേ വർക്കുകൾ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ബട്ട് അതെപ്പോൾ ചെയ്യണം, എവിടെ വെച്ച് ചെയ്യണം, അത് എത്ര ടൈമിലേക്ക് വരെ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ വർക്കുകളാണ് എനിക്ക് അർജൻറ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ചെയ്യണതൊന്നും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യും. പ്രോക്കാസ്റ്റിനേഷൻ, ഈ ലേസിനെസ് ഒക്കെ ഇങ്ങനെ ലൈഫ് ഇങ്ങനെ വരാൻ തുടങ്ങും. നേരെ മറിച്ച് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട്. ഈ സംഭവങ്ങൾ ചെയ്യണം, ഇത് കഴിഞ്ഞിട്ട് ഇത് ഇത്ര ടൈമിലേക്ക് വരെ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യണം എന്നൊരു ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സംഭവങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ആൻഡ് ഈ സംഭവങ്ങൾ നമ്മൾ എഴുതിയ സംഭവങ്ങൾ നമ്മൾ ടു ഡു ലിസ്റ്റിൽ ടാസ്കുകൾ വെച്ചിട്ട് ഈ സംഭവം ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് റൈറ്റ് ചെയ്യണം, റീഡ് ചെയ്യണം, ഈ സംഭവങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ചെയ്യും. കാരണം അതവിടെ നിങ്ങൾ എഴുതി വെച്ചു. ഈ സംഭവം ചെയ്യണം നിങ്ങൾ കരുതി വെച്ചുകൊണ്ട് നിങ്ങൾ ബ്രെയിൻ നിങ്ങളോട് എന്തായാലും അതെങ്ങനെയും പെർഫെക്ഷൻ ഒന്നും അവിടെ നോക്കണ്ട, എങ്ങനെയും ചെയ്തു തീർക്കാനേ നിങ്ങൾ ബ്രെയിൻ അവിടെ റിമൈൻഡ് ചെയ്യുള്ളൂ. കാരണം നിങ്ങൾ എഴുതി വെച്ച സംഭവങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ച സംഭവങ്ങൾ എന്തായാലും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് കമ്പയറിങ് വിത്ത് നിങ്ങൾ ചിന്തിച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ നാളെ ഇതൊക്കെ ചെയ്യണം നിങ്ങൾ ഇന്ന് ചിന്തിച്ചു, ബട്ട് അത് നിങ്ങൾ ചെയ്യാനുള്ള സാധ്യത വളരെയധികം കുറവായി. കാരണം നേരെ മറിച്ച് നിങ്ങൾ എഴുതിയാണ്ട് നിങ്ങൾ ടു ഡു ലിസ്റ്റ് നിങ്ങൾ കൂടുതൽ കാണുന്ന സ്ഥലത്ത് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാനുള്ള ചാൻസ് നല്ല രീതിയിൽ ഹൈ ആണ്. അതിൽ രണ്ടാമത്തെ ടിപ്പാണ് നമ്മളെ ലേസിനെസ്, നമ്മളെ പ്രോക്കാസ്റ്റിനേഷൻ നമുക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ടിപ്പാണ് പ്രൊട്ടക്റ്റ് യുവർ മോർണിംഗ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, വിൻ ദി മോർണിംഗ് വിൻ ദി ഡേ. നിങ്ങൾ ഏർലി മോർണിംഗിൽ എണീറ്റുടനെ അല്ലെങ്കിൽ ആ ഫസ്റ്റത്തെ ഒരു 1-2 മണിക്കൂർ എന്താണോ ചെയ്യണത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടേക്കാരം നിങ്ങൾ ആ അന്നത്തെ ദിവസത്തെ ബാക്കിയുള്ള ടൈം മുഴുവൻ ഇരിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എണീറ്റ് ഉടനെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്ത് കുറേ ന്യൂസ് കണ്ട്, അല്ലെങ്കിൽ കുറേ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ച് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അതേപോലെ വലിയൊരു പ്രൊഡക്ടിവിറ്റി ഒന്നും ഇല്ലാതെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാസ്കുകളൊന്നും അധികം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്ക് കാരണം നിങ്ങൾ ആ ഡേ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടാവുക. സോ അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ എന്ത് മോർണിംഗിൽ നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ രാവിലത്തെ ഏർലി മോർണിംഗ് സമയങ്ങളിൽ എന്ത് ചെയ്യരുത്, ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന്. അതിൽ ഫസ്റ്റത്തെ സംഭവമാണ് ഡോണ്ട് ചെക്ക് യുവർ മൊബൈൽ. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിൽ കാണുന്നത് റീൽസോ സ്റ്റോറീസോ പോസ്റ്റുകളൊക്കെ കാരണം ഇതിലാണെങ്കിൽ ഈ 3 സംഭവത്തിലും ഇൻക്ലൂഡിങ് ഒരു 99% ഉണ്ടാവുക മറ്റുള്ള ആൾക്കാരുടെ ലൈഫിൽ നടക്കുന്ന ഹാപ്പിനെസ് കാരണം.
ഓല് ട്രിപ്പ് പോണത്, അല്ലെങ്കിൽ ഓല് ഫുഡ് കഴിക്കാൻ പോണത്, ഓല് ഐഫോൺ പർച്ചേസ് ചെയ്യണത്, അതായത് ടോട്ടലി ഓലെ ലൈഫിൽ നടക്കുന്ന ഹാപ്പിനെസ് ആയ സംഭവങ്ങൾ മാത്രമേ റീല്, പോസ്റ്റ്, ഇങ്ങനത്തെ സ്റ്റോറിയൊക്കെ ആയിട്ട് ഇടുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ ബ്രെയിനിൽ ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ. ഓൻ്റെ ലൈഫ് സെറ്റാണല്ലോ, ഓനിക്ക് ഐഫോൺ ഉണ്ട്, ഓനിക്ക് അതുണ്ട്, ഇതുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പോലും അറിയാതെ നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യും, ആ ഒരു ഓൻ്റെ ലൈഫും നമ്മളെ ലൈഫും വെച്ചാണ്ട് ഒരു കമ്പാരിസൺ നടത്തും. പിന്നെ ആ ഒരു ടെൻഷൻ കൊണ്ട് തന്നെ, ആ ഒരു കമ്പാരിസൺ നടത്തിയതുകൊണ്ട് തന്നെ നമുക്ക് അന്ന് എന്തെങ്കിലും വർക്ക് ചെയ്യാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്ക് ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മളെ ഗോൾസിന് വേണ്ടി വർക്ക് ചെയ്യാനൊന്നും നമുക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷനോ, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ, ഇനിയിപ്പോൾ വർക്ക് ചെയ്യാൻ ഇരുന്നാൽ തന്നെ നമുക്ക് വലിയ രീതിയിൽ അത് പ്രൊഡക്റ്റീവ് ആവാനോ സംഭവങ്ങളൊന്നും കഴിയില്ല. കാരണം എന്താ, നമ്മൾ രാവിലെ തന്നെ കണ്ടിരിക്കുന്നത് ഓൻ്റെ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങൾ കണ്ടിട്ട് നമ്മളായിട്ട് കമ്പാരിസൺ ചെയ്ത് വെച്ചേക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മൊബൈൽ ഫോൺ നമ്മൾ രാവിലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മളാ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ന്യൂസൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സാഡായിട്ടുള്ള സംഭവമായിരുന്നു നമുക്ക് കിട്ടുള്ളൂ. സോ അപ്പോൾ നിങ്ങൾ എണീറ്റ ഉടനെ തന്നെ ഫോൺ ചെക്ക് ചെയ്യുന്നതിന് പകരം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്യാം. നിങ്ങൾ എണീറ്റ ഉടനെ തന്നെ ഒരു മിനിമം ഒരു 30 സെക്കൻഡെങ്കിലും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വെറുതെ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾക്കൊരു പുതിയ ദിവസം അല്ലെങ്കിൽ ഒരു പുതിയ ഡേ കിട്ടിയാൽ എന്ത് ചെയ്യുക, ജസ്റ്റ് മനസ്സിൽ തന്നെ ഒന്ന് ഗ്രേറ്റ്ഫുൾ ആവുക. ഇങ്ങനെ ഒരു 30 സെക്കൻഡ് നിങ്ങൾ എണീറ്റോടെ തന്നെ നിങ്ങൾ ഹോൾഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഫോണിക്കോ അല്ലെങ്കിൽ വേറെ സംഭവത്തൊന്നും നിങ്ങൾ മോഡേൺ സംഭവത്തിലെ ഈ ആർട്ടിഫിഷ്യൽ ആയാലും ഏതൊരു സംഭവത്തേക്കും പോകാതെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിനെ നിങ്ങൾ അവിടെ തന്നെ ഹോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ബ്രെയിൻ എന്ത് ചെയ്യും, ആ ഒരു ഡോപ്പമൈൻ ലെവലൊക്കെ ഒന്ന് ബേസിക്ക് എത്തി ആ ഒരു നാച്ചുറൽ ആയി ഒരു കാമായിട്ട് നിങ്ങൾക്ക് എണീറ്റ് ആ ഒരു സ്ലോ മോർണിംഗിലേക്ക് ഇങ്ങനെ കയറി ഇങ്ങനെ കയറ്റാൻ പറ്റും. രണ്ടാമതായിട്ട് നിങ്ങൾ മോർണിംഗിൽ ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ നല്ല രീതിയിൽ പ്രോസസ്സർ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഷുഗറൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാതിരിക്കുക എന്നുള്ളത്. അതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ചിന്തിച്ചു നമ്മൾ ലഞ്ചായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നറായാലും ഏത് ഫുഡ്, അങ്ങനത്തെ ടൈപ്പ് ഏത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ഒരു 3 അല്ലെങ്കിൽ ഒരു 2.5 മണിക്കൂറിനൊക്കെ നമുക്കൊരു ക്ഷീണം മാതിരി, ഒരു ഉറക്കം വന്ന മാതിരി, നമുക്കൊരു എനർജി പോയ മാതിരി ആയിരിക്കും. അതായത് നമുക്ക് ടോട്ടലി വർക്കൊന്നും ചെയ്യാൻ തോന്നൂല. സോ അപ്പോൾ നിങ്ങൾ രാവിലെ തന്നെ ഇങ്ങനത്തെ പ്രോസസ്സും ഫുഡൊക്കെ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച ടാസ്കുകൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക, പഠിക്കാനോ എന്ത് സംഭവമാണെങ്കിലും നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു വലിയൊരു എനർജി ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ എന്ത് ചെയ്യുക, അങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, നിങ്ങൾ ടാസ്കുകളൊക്കെ ആദ്യം ചെയ്യുക. പിന്നെ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതിൻ്റെ പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ കോഫിയോ അല്ലെങ്കിൽ നോർമൽ വാട്ടറൊക്കെ യൂസ് ചെയ്യുക. എന്ത് ചെയ്യുക, രാവിലെ അതൊക്കെ കുടിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ നോക്കുക. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെ മോർണിംഗ് പ്രൊഡക്റ്റീവ് ആകാൻ പറ്റിയ നിങ്ങൾക്ക് വൺ ഓഫ് ദി മോസ്റ്റ് സംഭവമാണ്, ഞാൻ ചെയ്യുന്ന സംഭവമാണ്, ഫസ്റ്റ് ഡു ദി മോസ്റ്റ് ഡിഫിക്കൾട്ട് ടാസ്ക്. അതായത് നിങ്ങൾക്ക് മെൻ്റലി ആവും ഫിസിക്കലി ആവട്ടോ, ഇതിൽ ഏതെങ്കിലും ഹാർഡായിട്ട് തോന്നുന്നൊരു സംഭവം രാവിലെ ചെയ്തു തുടങ്ങുക ഫസ്റ്റത്തെ കാര്യമായിട്ട്. ഫിസിക്കലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്വാട്ട്സ് ചെയ്യാം, അതുപോലെ തന്നെ റണ്ണിങ്, ഐസ് ബാത്ത്, ഇതൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ മെൻ്റലായിട്ട് നോക്കുകയാണെങ്കിൽ ഡീപ്പ് വർക്ക്, റൈറ്റിങ്, അതുപോലെ തന്നെ തിങ്കിങ്, ക്രിയേറ്റിങ്, ഇങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളെ ടു ഡു ലിസ്റ്റത്തെ ഏറ്റവും ഹാർഡായിട്ട് തോന്നുന്ന സംഭവം എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ കാര്യമായിട്ട് മോർണിംഗിൽ ചെയ്യാം. ഇങ്ങനെ ഫസ്റ്റത്തെ കാര്യമാകുമ്പോൾ ചെയ്യണേ ഞാനൊക്കെ ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിനായിട്ട് ഫിസിക്കലായിട്ട് ഐസ് ബാത്ത്, ചിലപ്പോൾ റണ്ണിങ്ങിന് പോകും, ചിലപ്പോൾ ഈ സ്ക്വാട്ട്സ് ഞാൻ സ്ഥിരമായിട്ട് എടുക്കലുണ്ട്. പിന്നെ മെൻ്റലി നോക്കുകയാണെങ്കിൽ ഞാൻ ഡീപ്പ് വർക്ക് ചെയ്യും, റൈറ്റിംഗ് ചെയ്യും, ചില ദിവസത്തിൽ ഇങ്ങനെ വീഡിയോ ക്രിയേഷൻ കഴിക്കാൻ, ചില സമയത്ത് തിങ്കിങ് കഴിക്കാം. അതായത് എന്തെങ്കിലും ഒരു ഹാർഡായിട്ടുള്ള സംഭവം ഒരു ദിവസത്തിൽ എൻ്റെ രാവിലെ ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഒരു ഹാർഡായിട്ടുള്ള സംഭവം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ ബാക്കിയുള്ള ദിവസം മുഴുവൻ നമുക്ക് ഈസി ആയിക്കാറും. കാരണം ഫസ്റ്റ് നമ്മൾ നല്ല രീതിയിലൊരു ഹാർഡായിട്ടുള്ള സംഭവം ചെയ്ത് കഴിഞ്ഞു. ഇതിനിപ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ലേബർ വർക്കിന് പോയി, അതായത് സാധാ ഒരു ജോലിക്ക് പോയി. അപ്പോൾ അവിടുത്തെ ആളുങ്ങളോട് പറഞ്ഞു ഒരു 15 വെട്ടുകല്ല്, അത്യാവശ്യം വലിപ്പം വെയിറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഒരു 15 ഒരു വീടിൻ്റെ മേലേക്ക് എത്തിച്ചാൻ പറഞ്ഞു. നിങ്ങൾ എത്തിച്ചു. സംഭവം നിങ്ങൾക്ക് ചിലപ്പോൾ മേ ബി ഫസ്റ്റൊക്കെ നിങ്ങൾക്ക് ഒരു ഹാർഡായിട്ട് തോന്നാം. പിന്നെ അതേ സമയത്ത് തന്നെ നിങ്ങളോട് പറഞ്ഞു അവിടുന്ന് തന്നെ മേലേക്ക് എത്തിച്ചാൽ ഒരു 5 ഇഷ്ടിക കൊണ്ടേക്കാൻ പറഞ്ഞു. നിങ്ങൾക്കത് ഹാർഡായിട്ട് തോന്നും? ഒരിക്കലുമില്ല. കാരണം എന്താ, നിങ്ങൾ അതിൻ്റെ മുന്നേ അതിലേറെ 5 ഇഷ്ടികയിലേറെ എത്രയോ ഹാർഡായിട്ടില്ല, ഡബിൾ ഇരട്ടി ഹാർഡായിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയൊരു ഈസി ആയിട്ടുള്ള സംഭവം ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് വളരെയധികം ഈസി കാരണം, അല്ലെങ്കിൽ ഇനിയൊരു ഹാർഡായിട്ടുള്ള സംഭവം ചെയ്യുക എന്നുള്ളത് അതും നിങ്ങൾക്ക് ഈസി കാരണം. അതാണ് ഞാൻ പറഞ്ഞത്, മോർണിംഗിൽ ഏറ്റവും നമ്മൾ ആ ഫ്രഷ് ആയിട്ടുള്ള ആ ബ്രെയിൻക്ക്, അല്ലെങ്കിൽ ആ ഫ്രഷ് ആയിട്ട് നമ്മൾ ആ നീച്ച സമയത്ത് തന്നെ എന്തെങ്കിലും ഹാർഡായിട്ടുള്ള സംഭവം ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ഡേ പിന്നെ നമുക്ക് നല്ല പ്രൊഡക്റ്റീവ് ആവാനോ അല്ലെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇനി മൂന്നാമതായിട്ട് നമ്മളെ ലേസിനെസ്സിനെ, നമ്മൾ പ്രോക്കാസ്റ്റിനേഷനൊക്കെ നമ്മൾ ഡിലേ ചെയ്യാൻ പറ്റണേ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണേ, ഞാൻ പറഞ്ഞ മതി മൂന്നാമത്തെ പോയിൻ്റാണ് സ്റ്റാർട്ട് ബിഫോർ യു ആർ റെഡി. എല്ലാവരും വെയിറ്റ് ചെയ്യേണ്ടത് ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ടാണ്. ഓൽക്ക് കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഓൽക്ക് നല്ല മൈക്ക് വേണം, നല്ല സ്റ്റുഡിയോ സെറ്റപ്പ് വേണം, അല്ലെങ്കിൽ നല്ല ക്യാമറ സെറ്റപ്പ് വേണം,
അതായത് ഒരു ഫുള്ളി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബട്ട് ഇവിടെ റിയാലിറ്റി എന്താ നടക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രോഗ്രസ്സും ഫിസിക്കലായിട്ട് നടക്കണില്ല. നമ്മളിങ്ങനെ തിങ്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് അവിടെ എത്തണം, ഇത്ര ഫോളോവേഴ്സ് വേണം, ഇത് വേണം എന്നൊക്കെ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും റിയാലിറ്റിയിൽ ഫിസിക്കലായിട്ട് ഇവിടെ നമുക്ക് ഒരു ഫോളോവേഴ്സും കൂടുന്നില്ല, നമുക്കൊരു പ്രോഗ്രസ് നമ്മളെ ലൈഫിൽ ഉണ്ടാവണില്ല. അപ്പോൾ നിങ്ങളെ ലൈഫിൽ ചേഞ്ചസ് അല്ലെങ്കിൽ ലേസിനെസ് മാറണം, നിങ്ങൾക്ക് പ്രോക്കാസ്റ്റിനേഷൻ മാറണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട സംഭവം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ ഗോൾസിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള ചെറിയ സ്മാളുള്ള സംഭവം ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ ചെറിയ സംഭവങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾസിന് വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വരുമ്പോൾ നിങ്ങളിങ്ങനെ പിന്നെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങും, പിന്നെ അങ്ങനെ കൺസിസ്റ്റൻ്റ് ആകും തോന്നും. അങ്ങനെ കൺസിസ്റ്റൻസി ഇങ്ങനെ കീപ്പ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. റിസൾട്ടിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് തന്നെ എത്തുന്നില്ല. അത് എന്തുകൊണ്ടാണ്? ഞാൻ അത്ര വർക്ക് ഇടുന്നില്ല. അപ്പോൾ നിങ്ങൾ തന്നെ പുഷ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ തന്നെ ഓരോ സംഭവങ്ങളും മോട്ടിവേറ്റ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഓരോ വർക്കുകൾ എക്സ്ട്രാ വർക്കുകളൊക്കെ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവിടെ എന്തായി? ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ലേസിനെസ് പോയി, വർക്ക് ഡിലേ പോയി, പ്രോക്കാസ്റ്റിനേഷൻ പോയി. കാരണം നിങ്ങൾ ഒരു സംഭവം ചെയ്യാൻ ഉദ്ദേശിച്ചു, അതിൽ ചെറിയ സംഭവങ്ങൾ ചെയ്യൽ നിർത്തി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് ഇത്ര ചെയ്തിട്ട് കാര്യമില്ല, കുറച്ചും കൂടി ചെയ്യണം, കുറച്ചും കൂടി എക്സ്ട്രാ വർക്ക് ചെയ്യണം. നിങ്ങൾ തന്നെ പുഷ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ തന്നെ എന്താക്കുകയാണ്? നിങ്ങളെ ലേസിനെസ്, നിങ്ങളെ മടി, നിങ്ങളെ പ്രോക്കാസ്റ്റിനേഷൻ, വർക്ക് ഡിലേ, ഈ സംഭവങ്ങളൊക്കെ നിങ്ങളെ സംഭവങ്ങൾ ഇല്ലാതാക്കുകയാണ്, അതിനെ ഓവർകം ചെയ്യാണ്. ലാസ്റ്റായിട്ട് നമ്മൾ ലേസിനെസ്സിനെ പ്രോക്കാസ്റ്റിനേഷനൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ഇതിൻ്റെ ഫേവറേറ്റ് ടിപ്പാണ് ഈറ്റ് ദ റിയൽ ഫുഡ്. നമ്മളെ ഒരു 50% എനർജി എവിടെ കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നതിന് ഫുഡ് അനുസരിച്ചാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഫ്യൂവൽ. ഇപ്പം നിങ്ങളൊരു വണ്ടിക്ക്, സാധാരണ വണ്ടിക്ക്, ബൈക്ക് നിങ്ങൾ പച്ചവെള്ളം ഒഴിച്ചാൽ എന്ത് കാരണം സ്റ്റക്കാവും. എന്ന പോലെ തന്നെ നമ്മളകത്തേക്ക് എന്താണോ ഫ്യൂവൽ കൊടുക്കണേ അതിനനുസരിച്ചുള്ള എനർജി നമുക്ക് പുറത്തേക്ക് തരുള്ളൂ. അപ്പോൾ നമ്മൾ ബാഡായില്ല അധികം പ്രോട്ടീനോ സംഭവങ്ങളൊന്നും ഇല്ലാതെ ഫുള്ള് കാർബോഹൈഡ്രേറ്റ്, ഫുള്ള് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ചെറിയൊരു എനർജി നമ്മളെ ബോഡി നമുക്ക് തരുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും ഒരു വർക്ക് ചെയ്യാനുള്ള മൂഡ് കിട്ടൂല, നമുക്കവിടെ എനർജി ഇല്ല. അപ്പോൾ അവിടെ പ്രോക്കാസ്റ്റിനേഷൻ നടക്കും, അവിടെ മടി വരും, ആ കുറേ സംഭവങ്ങൾ വരും. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളൊരു 90% നിങ്ങളുടെ ഫുഡ് എന്ത് ചെയ്യുക? നല്ല രീതിയിൽ, ഞാൻ പറയുന്നത് ഹൈ പ്രോട്ടീൻ പൗഡറൊന്നും എടുത്ത് അടിച്ചാനല്ല, ജസ്റ്റ് എന്ത് ചെയ്യുക? ഒരു 120 അല്ലെങ്കിൽ 130 ഒക്കെ ഗ്രാം, മിനിമം ഒരു 100 ഗ്രാമെങ്കിലും ഡെയിലി പ്രോട്ടീൻ കിട്ടുന്ന രൂപത്തിൽ നിങ്ങളെ മീൽസിനെ മാറ്റിയെടുക്കാം. അതായത് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ആനിമൽ ബേസ്ഡ് ഫുഡുകൾ യൂസ് ചെയ്യാം. അതിലാകുമ്പോൾ ന്യൂട്രീഷന്, പ്രോട്ടീന്, എല്ലാ സംഭവങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു ഫുഡാണ് ഈ ആനിമൽ ബേസ്ഡ് ഫുഡ്. ലൈക്ക് എഗ്ഗ്, മീറ്റ്, ചിക്കൻ, ഫിഷ്, ഗോട്ട്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക? കൂടുതൽ നിങ്ങൾ മീൽസിൽ ആഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ്, ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്താൻ ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ just subscribe for more videos. See you in the another video.